മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ശത്രുരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയും തടയുക, അതായത് തകർക്കുക എന്ന ഉദ്ദേശത്തിലാണ്. എയർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും ഒരു മിസൈൽ അയച്ച് ആകാശത്ത് വരുന്ന ത്രെട്ടുകളെ നശിപ്പിക്കുക എന്നതാണ്. സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അഥവാ സാം സിസ്റ്റം എന്നാണ് ഈ മിസൈലുകളെ വിളിക്കുന്നത്. ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സംവിധാനങ്ങളാണ് അമേരിക്കയുടെ താഡും റഷ്യയുടെ S-400. ഇവ രണ്ടും ഓരോ തരത്തിൽ മികച്ചതാണ് എങ്കിലും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തി ഇതിൽ ഏതാണ് മികച്ചു നിൽക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇവയുടെ സ്പീഡ്, പവർ, റേഞ്ച്, റഡാർ കേപ്പബിലിറ്റീസ് എന്നിവ കമ്പയർ ചെയ്ത് ഇതിൽ മികച്ചു നിൽക്കുന്നത് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് മിസൈലുകളുടെയും സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് താഡിൻ്റെ ഫുൾ ഫോം. ടെർമിനൽ ഫേസിലെത്തുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് താഡ്. ഇതിൻ്റെ മിസൈലുകളിൽ വാർഹെഡ്സ് ഇല്ല, പകരം കൈനറ്റിക് എനർജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ മറ്റു മിസൈലുകളെ തകർക്കുന്നത്. താഡിൻ്റെ ഒരു ബാറ്ററിയിൽ 6 ലോഞ്ചേഴ്സും 8 മിസൈലുകളാണ് ഉണ്ടാവുക. ഏകദേശം 99 കിലോമീറ്റർ ദൂരത്തിലും ഏകദേശം 144 കിലോമീറ്റർ ഉയരത്തിലുമുള്ള മിസൈലുകളെ തകർക്കാൻ സാധിക്കുന്ന മിസൈലുകളാണ് ഇവ. ശബ്ദത്തേക്കാൾ 8.2 മടങ്ങ് വേഗത്തിൽ സഞ്ചരിച്ച് വരുന്ന മിസൈലുകളെ തകർക്കാൻ താഡ് മിസൈലുകൾക്ക് സാധിക്കും. ഇനി റഡാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പാൻഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് ഗ്രൗണ്ട് ബേസ്ഡ് റഡാറാണ് താഡ് മിസൈൽ സിസ്റ്റങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 4000 കിലോമീറ്റർ ദൂരത്തു നിന്ന് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന റഡാറുകളാണ്. ഇനി S-400ൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ S-400 ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ആൻറ്റി മിസൈൽ സിസ്റ്റമാണ്. അതായത് ഒരേ സമയം എയർക്രാഫ്റ്റുകളെയും അതുപോലെ തന്നെ മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിയും. S-400നെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശേഷിയാണ്. ഇത് മറ്റൊരു എയർ ഡിഫൻസിലും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്. റഷ്യയുടെ S-300ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് S-400. S-400ൻ്റെ ഒരു ബാറ്ററിയിൽ 9 ലോഞ്ചേഴ്സും 120 മിസൈലുകളുമാണ് ഉണ്ടാവുക. 600 കിലോമീറ്റർ ദൂരെയും 25 കിലോമീറ്റർ മുകളിലുമുള്ള ടാർഗറ്റുകളെ ശബ്ദത്തിൻ്റെ 14.5 ഇരട്ടി വേഗത്തിലെത്തി തകർക്കാൻ S-400ൻ്റെ മിസൈലുകൾക്ക് സാധിക്കും. ഇനി S-400ൻ്റെ റഡാറിനെ പറ്റി നോക്കുകയാണെങ്കിൽ എക്സ്പാൻഡ് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാനഡ് ഗ്രൗണ്ട് ബേസ്ഡ് ആയ റഡാറാണ് S-400ൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 600 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വരുന്ന ടാർഗറ്റുകളെ കണ്ടെത്താനും അതുപോലെ തന്നെ 300 ടാർഗറ്റുകളെ ഒരേ സമയം എൻഗേജ് ചെയ്യാനും സാധിക്കുന്ന റഡാറാണ് S-400ൻ്റെ റഡാർ. ഇത്രയൊക്കെയാണ് രണ്ട് മിസൈലുകളുടെയും എടുത്തു പറയേണ്ട സവിശേഷതകൾ. ഇനി നമുക്ക് നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരാം. രണ്ട് മിസൈൽ സിസ്റ്റങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ കാണിച്ച സ്പെസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ S-400 മിസൈൽ സിസ്റ്റമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം S-400നെ ഒരേ സമയം ആൻറ്റി എയർക്രാഫ്റ്റും ആൻറ്റി മിസൈൽ സിസ്റ്റമായി ഉപയോഗിക്കാം എന്നതാണ്. താഡ് മിസൈൽ സിസ്റ്റത്തെ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ അല്ലാതെ മറ്റൊന്നിനെതിരെയും ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ S-400ലെ മിസൈലുകൾ ശബ്ദത്തിൻ്റെ 14 ഇരട്ടി വേഗത്തിൽ ചെന്നാണ് ടാർഗറ്റുകളെ നശിപ്പിക്കുന്നത്. ഇത്രയും വേഗത്തിലെത്തുന്ന മിസൈലായതുകൊണ്ട് തന്നെ ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. പിന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്താൻ സാധിക്കുന്ന റഡാറുകൾ ഇവയ്ക്കുള്ളത് കൊണ്ട് തന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾക്കും S-400ൽ നിന്ന് രക്ഷയില്ല. എന്നാലും നിങ്ങൾക്കിതിൽ മികച്ചു നിൽക്കുന്ന മിസൈൽ സിസ്റ്റം ഏതാണെന്നാണ് തോന്നുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യും.